അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ വിതരണവും ജൂൺ മാസം നടത്തപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യൂ. നിലവിൽ ഈ മാസം തന്നെ 20ാമത്തെ ഗഡു PM കിസാൻ ഗഡുവിന്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ഉണ്ടായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. PFMS-ലേക്ക് ഇപ്പോൾ റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസസ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അതായത് വിതരണ തീയതികൾ വരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതും ആയിരിക്കും. പക്ഷേ അതിനു മുൻപായിട്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവരും കർഷകരും എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോ വഴി വ്യക്തമായിട്ട് പറയാം. എല്ലാവരും തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആനുകൂല്യം, അത് പ്രത്യേകിച്ച് കേരളത്തിൽ ആനുകൂല്യം വാങ്ങുന്നവർ 25 ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് എല്ലാവരും കണക്കാക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള വിവിധ പദ്ധതിയുടെ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. PM കിസാൻ സമ്മാൻ നിധിയിലെ 19ാമത്തെ ഗഡുവിന്റെ വിതരണം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതായത് 38,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരു തടസ്സവും കൂടാതെ തന്നെ നാളിതുവരെ ധനസഹായമായ വിതരണം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം മുതലൊക്കെ തന്നെയാണ് ഇതുകൂടാതെ തന്നെ നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കർഷകർക്കിടയിൽ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ കതിർ ആപ്ലിക്കേഷൻ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയും ഒരു കർഷക ID ഒക്കെ ജനറേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് കർഷകർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും ആപ്ലിക്കേഷൻ വെച്ച് കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തൊക്കെ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ പദ്ധതികൾക്കും നമുക്ക് മുൻഗണന നൽകുന്ന ഒരു രജിസ്ട്രേഷനാണ്. ഈ ഒരു കാര്യം ഉറപ്പാണ്. മാത്രമല്ല പക്ഷേ ഇതുകൂടാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കർഷക ID, കർഷക രജിസ്ട്രി, അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ നടപടികളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതുവഴി ഒരു കർഷക ID നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ ID ആണ് നമുക്ക് പല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്കും കാർഷിക അനുബന്ധ പദ്ധതികൾക്കും സബ്സിഡിക്കും കാർഷിക വായ്പകൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ഇവയ്ക്കെല്ലാം തന്നെ അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർ കൃഷിഭവനിൽ നേരിട്ട് എത്തണമെന്ന് പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇതോടൊപ്പം തന്നെ നമ്മുടെ കരമടച്ച രസീതിന്റെ പകർപ്പ് ഇവയുമായിട്ട് കർഷകർ ഈ നടപടിക്രമങ്ങൾ ചെയ്യുവാനായിട്ട് എത്തിച്ചേരേണ്ടതാണ്. ഇത് ചെയ്യുന്നതിനായിട്ടുള്ള നിയമപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 5/2025 ജൂലൈ മാസം 31 വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ ഇൻസ്റ്റാൾമെന്റ് ഈ ജൂൺ മാസം തന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ചെയ്തിട്ടില്ലാത്ത കർഷകർ ഉണ്ടാകാം. പ്രധാനമായിട്ടും ഈ ഒരു കർഷക രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത കർഷകർ, അവർക്ക് തീർച്ചയായിട്ടും ഈ സഹായം ജൂൺ മാസം മുടങ്ങാതെ ലഭിക്കുന്നത് ആയിരിക്കും. സ്റ്റാർട്ട് കർഷകർ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവകാശം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി 21ാമത്തെ 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആകുമ്പോഴും ഇതിന്റെ ID ഒരുപക്ഷെ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ID എടുക്കാത്ത കർഷകർക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു തുക വിതരണത്തിൽ തടസ്സം നേരിട്ടേക്കാം. തുക ലഭിക്കുന്നതിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് KYC അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമുക്ക് സ്മാർട്ട് ഫോണുകൾ വഴി തന്നെ എല്ലാവർക്കും സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ സാധിക്കും. ആധാർ നമ്പർ കൊടുത്ത് KYC സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ മറ്റു കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇനി KYC പോലുള്ള നടപടികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കർഷകർ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ആനുകൂല്യം തടസ്സം കൂടാതെ ലഭിക്കുന്നതിനായിട്ട് ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതിയാകും. കഴിഞ്ഞ പ്രാവശ്യം സഹായം ഒക്കെ ലഭിച്ച ആളുകളാണെങ്കിൽ അവർക്ക് തടസ്സം കൂടാതെ തന്നെ ഈ പ്രാവശ്യം
ഇപ്രാവശ്യവും തുക എത്തിച്ചേരുന്നതും ആയിരിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു തുക മുടങ്ങിയത് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വഴി പരിഹരിക്കുകയും ചെയ്യാം. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു തുക കുടിശ്ശിക കൂടി ചേർത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതും ആയിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക.